2025 മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഹോളിവുഡ് മൂവി ഏതെന്ന് സെർച്ച് ചെയ്തപ്പോൾ ഡെഡ്ലൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കണ്ട മൂവിയാണ് എ ബിഗ് ബോൾഡ് ബ്യൂട്ടിഫുൾ ജേണി സ്റ്റാറിംഗ് മാർഗോ റോബി, അതുപോലെ തന്നെ പെൻഗ്വിനായിട്ട് അഭിനയിച്ച കോളിൻ ഫാർണൽ ആൻഡ് ഡയറക്റ്റഡ് ബൈ കൊഗനാഡ. പിന്നെ ഏതൊരു മൂവി ലവറും ചെയ്യുന്നത് പോലെ കൊഗനാഡയുടെ പ്രീവിയസ് വർക്ക് സെർച്ച് ചെയ്തപ്പോഴാണ് കൊളംബസ് എന്ന മൂവി ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ പച്ചിങ്കോ എന്ന സീരീസ് ഡയറക്റ്റ് ചെയ്തത് കൊഗനാഡോ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതും. കുറേ ഇടിപ്പടങ്ങൾ കണ്ടുമടുത്തപ്പോൾ എന്നാ ഒന്ന് ട്രാക്ക് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് കണ്ട ഡ്രാമ ഫിലിമാണ് കൊളംബസ്, സ്റ്റാറിംഗ് ജോൺ ചോ ആൻഡ് ഹേലി ലൂ റിച്ചാർഡ്സൺ. സത്യം പറഞ്ഞാൽ അടുത്തിടെ കണ്ട വൺ ഓഫ് ദി മോസ്റ്റ് പീസ്ഫുൾ ഫിലിം എന്ന് പറയാമെന്ന സിനിമയാണ് കൊളംബസ്. അടിയില്ല, വേണ്ടാത്ത ബെലോ ഡ്രാമയില്ല, നിലവാരം കുറഞ്ഞ കോമഡിയില്ല, കഥ ഡിമാൻഡ് ചെയ്യാത്ത റൊമാൻറ്റിക് സീനുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൺ ഓഫ് ദി മോസ്റ്റ് പീസ്ഫുൾ ഫിലിം എന്ന്. കഥ നടക്കുന്നത് കൊളംബസ് ഇന്ത്യാനയിലാണ്. അവിടെ ലോക്കൽ ലൈബ്രറിയിൽ വർക്ക് ചെയ്യുകയാണ് കേസി തൻ്റെ മദറായ മറിയോടൊപ്പമാണ് താമസം. മറിയ ഒരു റിക്കവറിംഗ് ഡ്രഗ് അഡിക്റ്റും കൂടെയാണ്. ആർക്കിടെക്ചർ സ്കോളറായ തൻ്റെ ഫാദർ കോമയിലാണെന്ന് വിവരമറിഞ്ഞ് കൊറിയയിലെ സോളിൽ നിന്നും കൊളംബസിലെത്തിയ വ്യക്തിയാണ് ജിൻ വിത്ത് എൻ എൻ. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. ജിൻ സോളിൽ ഒരു ട്രാൻസ്ലേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം ജിൻ കേസിയിൽ നിന്നും ഒരു സിഗരറ്റ് വലിക്കുകയും അവർ അങ്ങനെ സംഭാഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. ആൻഡ് ആസ് ദി മൂവി പ്രോഗ്രസ് അവർ ക്ലോസ് ആവുകയും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സ്ട്രഗിൾസ് ഷെയർ ചെയ്യുകയും ആ പ്രശ്നങ്ങളിൽ നിന്നും അവർ എങ്ങനെ പുറത്തു വരുന്നു എന്നതുമാണ് കൊളംബസ് എന്ന സിനിമ ചർച്ച ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ എത്ര പ്രയാസമുണ്ടെന്ന് പറഞ്ഞാലും അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ ഏതെങ്കിലും ഒരു വഴി ഉണ്ടായിരിക്കും. എൻ്റെ കാര്യത്തിൽ സിനിമയാണെങ്കിൽ കേസിയുടെ കാര്യത്തിൽ ആർക്കിടെക്ചറാണ് എ വേ ഓഫ് എസ്കേപ്പിസം. അത് ഡയറക്ടർ മനോഹരമായി തന്നെ സിനിമയിലൂടെ കാണിച്ചു തന്നു. സിനിമയിൽ വേണ്ടാത്തൊരു സീൻ പോലും ഇല്ല എന്ന് പറയാം. കൊളംബസ് എന്ന സിനിമയിലൂടെ ഡയറക്ടർ കൊഗനാഡ സിറ്റിയായ കൊളംബസിൻ്റെ മോഡേൺ ആർക്കിടെക്ചറൽ സ്ട്രക്ചേഴ്സിനെ പ്രേക്ഷകനെ പരിചയപ്പെടുത്തുകയാണ്. കൊളംബസിലൂടെ ഡയറക്ടർ കൊഗനാഡ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറായി മാറിയെന്നും പറയാം. കേസി ലൈബ്രറിയനായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ടൂർ ഗൈഡായിട്ട് പാർട്ട് ടൈം വർക്ക് ചെയ്യാറുമുണ്ട്. ജിന്നിനെ സിറ്റി കറക്കി കാണിക്കുന്നതിനിടയിൽ കേസി തൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ബിൽഡിംഗ് ആയ ഈറോ സാനനിൻ ഡിസൈൻ ചെയ്ത ഇർവിൻ യൂണിയൻ ബാങ്കിനെ ജിന്നിനെ പരിചയപ്പെടുത്തുകയാണ്. ആ സീനിലൂടെ കേസിയുടെ ആർക്കിടെക്ചറിനോടുള്ള ഇൻട്രസ്റ്റ് ഡയറക്ടർ മനോഹരമായി പ്രേക്ഷകന് കാണിച്ചു തരികയാണ്. ജിൻ കേസിയോട് ചോദിക്കും, വാട്ട് റിയലി മൂവ്ഡ് യു ബൈ ദി സ്ട്രക്ചർ എന്ന്. അപ്പോൾ കേസി പറയുന്ന മറുപടി ഡയറക്ടർ മ്യൂട്ട് ചെയ്യുകയാണ്. കേസിയുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ കേസിയുടെ ഇൻട്രസ്റ്റിനെ ഓഡിയൻസ് മനസ്സിലാക്കണമെന്ന് ഡയറക്ടർ കൊഗനാഡോയ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഫീഡിംഗ് പരിപാടിയല്ല ഈ സിനിമയിൽ ഫോളോ ചെയ്യുന്ന സ്റ്റൈൽ. കേസിയുടെ അമ്മയുടെ ഡ്രഗ് അഡിക്ഷന് കാരണം മറിയയ്ക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഫെയിലിയറാണ്. അതുകൊണ്ട് തന്നെ കേസിക്ക് അമ്മയുടെ കാര്യത്തിൽ കുറച്ച് പൊസസീവാണ്. സിനിമയിൽ ഒരു സീനുണ്ട് കേസി മറിയയുടെ ഒരു സീക്രട്ട് മനസ്സിലാക്കിയെടുക്കുന്ന, ഈവൻ വിത്തൗട്ട് കൺഫ്രണ്ടിങ് ഹർ. അതുപോലെ തന്നെ ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ മറിയോട് നടത്താതെ കേസി ആ സീക്രട്ട് മനസ്സിലാക്കിയെടുക്കുന്ന സീൻ ഈസ് ദ ബെസ്റ്റ് സീൻ ഇൻ ദ ഫിലിം എന്ന് പറയാം. കേസിയായി അഭിനയിച്ച ഹേലി ലൂ റിച്ചാർഡ്സൺ തൻ്റെ കഥാപാത്രത്തിന് വേണ്ട വിറ്റ്നസ്, അതുപോലെ തന്നെ ആ ക്യാരക്ടർ അനുഭവിച്ച സ്ട്രഗിൾ മനോഹരമായി കൈകാര്യം ചെയ്തു. കേസി ജിന്നിനോട് തൻ്റെ അമ്മയുടെ ഡ്രഗ് അഡിക്ഷനെ പറ്റി പറയുന്ന സീനിൽ കോമഡിയും ഇമോഷനും കലർത്തി പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകന് കേസി കടന്നുപോയ പെയിൻ മനസ്സിലാക്കി തരുന്നതിൽ റിച്ചാർഡ്സൺ എന്ന ആക്ട്രസ് വിജയിച്ചു. 5 feet apart, split, edge of 17 ഒക്കെ കണ്ടവർക്കറിയാം ഹൗ വെൽ ഷീ പൊട്രേസ് ദി ഡെപ്ത് ഓഫ് എ ക്യാരക്ടർ എന്ന്. ജിന്നായി അഭിനയിച്ച ജോൺ ചോ തൻ്റെ ഫാദറുമായിട്ടുള്ള അകൽച്ചയും അതുകാരണമുണ്ടാകുന്ന ജീവിതത്തിലെ ലോൺലിനെസ്സുമൊക്കെ നൈസായി പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിച്ചു. എങ്ങനെ കേസിയും ജിന്നും ഈയൊരു ഷോർട്ട് ടൈമിൽ അടുത്തു എന്ന കാരണം സിനിമയിൽ പറയുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഹമുക് എന്ന മ്യൂസിക് ഡയറക്ടറിനെ പറ്റിയാണ്. നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചാണ് സിനിമ കാണുന്നുവെങ്കിൽ ഇതിലെ ഓരോ മൈന്യൂട്ട് സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കേസിയും ജിമ്മും മിൽറൈസ് പാർക്കിലിരുന്ന് നടത്തുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് അവരുടെ സൗണ്ട് മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളുടെ സൗണ്ട്, അതുപോലെ തന്നെ ലേക്കിൻ്റെ സൗണ്ട്, ബേർഡ്സിൻ്റെ സൗണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് എത്ര ഡിസ്റ്റർബ്ഡ് ആണെങ്കിലും ഒന്ന് കാം ചെയ്യിപ്പിക്കാൻ ഒരു ഹീലിംഗ് പവർ ഉള്ളൊരു സിനിമയാണെന്നും കൂടെ പറയാം കൊളംബസ്. ഈറോ സാനനൻ എന്ന ആർക്കിടെക്ട് ബിൽഡ് ചെയ്ത നോർത്ത് ക്രിസ്ത്യൻ ചർച്ചിലിരുന്നും ഒരു കോൺവെർസേഷൻ ഉണ്ട്.
ഒരു ചർച്ച ആയതുകൊണ്ട് തന്നെ അവരുടെ വോയിസിൽ വരുന്ന വ്യത്യാസം വളരെ കെയർഫുള്ളായി ഹമുക് എന്ന മ്യൂസിക് ഡയറക്ടർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോൾ യൂട്യൂബിൽ പോയി റിലാക്സേഷൻ മ്യൂസിക്കൊക്കെ കേൾക്കില്ലേ? എന്നാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ മൂവി ഒന്ന് കണ്ടു നോക്കാനാണ്. കാരണം ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവം നൽകും. ആൻഡ് ഗിവ് ഇറ്റ് എ ട്രൈ.